ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? അപ്പോൾ ഇന്ന് ഞാൻ ഒരു മീറ്റപ്പിന് പോകാൻ നിൽക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ മാസം നമ്മുടെ 10th ബാച്ചിൻ്റെ മീറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് അന്നുണ്ടായിരുന്നത് എല്ലാ ക്ലാസ്സിലും കൂടിയിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലുള്ള കുറച്ച് പേര് മാത്രം ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്ന് കൂടാൻ പറ്റാത്ത കുറച്ച് ആളുകളൊക്കെ അന്ന് അവർ ഗൾഫിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൂടാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു 2:30-3 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്, സ്കൂളിൻ്റെ അവിടെ വെച്ചിട്ട്. അപ്പം ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇച്ചുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനെയും കൂട്ടിയിട്ടാണ്. അപ്പോൾ അവനിത് അവൻ്റെ പുതിയ റൈഡോ വാച്ചൊക്കെ കെട്ടിയിട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസമാണെന്ന് വെച്ചാൽ ഒരു ചീഞ്ഞ ദിവസമാണ് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് അബി ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടി വിളിച്ചു. അങ്ങനെ സ്കൂളിൽ എത്തി, സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ടാണ്. അപ്പോൾ അവിടെ ഒരു കടയിൽ കയറി നിന്നിട്ട് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഷക്കീലാണ് കേട്ടോ. അപ്പോൾ അവളൊരു പ്രവാസിയാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വിജിത്ത് ചക്ക വരട്ടിയത് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് അവളിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ പ്രവാസികളാകുമ്പോൾ അങ്ങനെയാണല്ലോ, ചക്കക്കും മാങ്ങക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇപ്പോൾ വെള്ളം കയറിയിട്ട് പഴുത്ത ചക്കൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവൻ വരട്ടി കൊണ്ടുവന്നത്. അപ്പോൾ അവളത് അങ്ങനെ ടേസ്റ്റ് നോക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫാത്തിമ വന്നിട്ടുണ്ട്, ഇവിടെ കഴിഞ്ഞ മീറ്റപ്പിനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിജിത്ത് ഉണ്ട്, അവൻ്റെ വൈഫുണ്ട്, അക്ബർ. പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ദേ വരുന്ന കാറിൽ വരണല്ലേ ഷിയാബാണ്. പിന്നെ നൗഷാദ്, വിഷ്ണു, അങ്ങനെ കുറച്ച് പേരൊക്കെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെക്കിലാനൊക്കെ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ കാണുന്നത്. ആരുടെയും നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഡിസംബറിലായിട്ടാണ് എല്ലാവരും നമ്പറൊക്കെ കിട്ടിയത്, ഗ്രൂപ്പിലൊക്കെ ആഡ് ആവുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇത്രയും പേരാണ് കേട്ടോ അപ്പോൾ എത്തിയിട്ടുള്ളത്. ബാക്കി 1-2 പേര് കൂടിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് നേരം അവിടെ തൊട്ടടുത്തുള്ള കടയുടെ ഉമ്മർത്ത് ഇങ്ങനെ നിന്നു. ഇവിടെ കൈരളി പറഞ്ഞിട്ടുള്ള കടയുടെ, ഞങ്ങൾ പഠിക്കുന്ന സമയത്തും ഈ ഒരു കട ഉണ്ടായിരുന്നു. കൈരളി, കവിത, അങ്ങനെ 2 കടകളാണ് കേട്ടോ സ്കൂളിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. പിന്നെ 2 പെട്ടിക്കടകളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ അയവിറക്കിക്കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഗേറ്റൊക്കെ പതുക്കെ തുറന്ന് സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ കയറി. പിന്നെ മുൻവശത്ത് കുറച്ച് നേരം നിൽക്കുക ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആനിമൊയിലും ആടും ഒട്ടകവും ഒക്കെയുള്ള നമ്മുടെ സ്കൂള്, പെരിങ്ങോട് ഹൈസ്കൂൾ കേട്ടോ. അവിടെ ഹയർ സെക്കൻഡറി ഉണ്ട്. ഹയർ സെക്കൻഡറി ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായിട്ടേ ഉള്ളൂ. നമ്മുടെ പഠിക്കണ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല, 1 മുതൽ 10 വരെ ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ കുറച്ച് നേരം പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയവിറക്കി. പണ്ട് സമയത്ത് നമ്മൾ എന്താ പറയുക, ഫുഡ് കഴിച്ചു തരുന്നതും പിന്നെ ക്ലാസ്സിലുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും പിന്നെ തല്ലൂട്ടും കച്ചറയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ ഇപ്പോഴത്തെയും കാലഘട്ടമൊക്കെ തമ്മിൽ നമ്മളിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നിന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ടാണ്. പിന്നെ നമ്മളൊന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനെ സഫിയ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവളുടെ വീട്ടിലൊരു മാരേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ മുങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൾ വരുന്നതും നമ്മൾ കാത്ത് നിൽക്കുകയാണ്. കുറച്ച് നേരമൊക്കെ നിന്നപ്പോൾ അവൾ വന്നിട്ടുണ്ട് കേട്ടോ. അവളിതേ കുട്ടികളെയും മക്കളെയും പെറുക്കി കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡ് വന്നിട്ടില്ല, ഹസ്ബൻഡിൻ്റെ അനിയനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഹസ്ബൻഡിൻ്റെ അനിയന് നമ്മുടെ ബാച്ചിൽ പഠിച്ച ഒരാളായതുകൊണ്ട് തന്നെ പിന്നെ അവന് കമ്പനി അടിക്കാൻ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവൾ വന്നതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് നമ്മുടെ കൂറ്റനാടുള്ള KR ബേക്കറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് അടിക്കാനാണ് കേട്ടോ പ്ലാന്. അങ്ങനെ നമ്മൾ KR ബേക്കറിയുടെ തന്നെ ഫുഡ് കോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പുറത്തുനിന്ന് വിശേഷങ്ങൾ പറയണം. എത്ര വിശേഷങ്ങൾ പറഞ്ഞാലും തീരുന്നില്ലല്ലോ, കാരണം കുറേ നാൾക്ക് ശേഷം കണ്ടതല്ലേ. അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3 ടേബിൾ അടുപ്പിച്ചിട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. കുട്ടികളും മക്കളും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഫാത്തിമ പിന്നെ അവളുടെ ഹസ്ബൻഡിനെയും കൂട്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡും പിന്നെ 3 മക്കളും ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഷാല് പോകുന്നില്ല കേട്ടോ, ഇച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് കുറേ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു, കുറേ ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോസ് എടുത്തു. ഗ്രൂപ്പിലൊക്കെ ഇനി തട്ടണ്ട, വരാത്തവർക്ക് ഒരു നഷ്ടമായിട്ട് തോന്നണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇതിൽ നമ്മുടെ സഫിയ, അതുപോലെ തന്നെ ഷക്കീല, നൗഷാദ്, അക്ബർ ഇവരൊക്കെ പ്രവാസികളാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ മീറ്റപ്പിന് ഇവർക്ക് ആർക്കും പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവർ നാട്ടിൽ വന്നിട്ടൊന്ന് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ദിവസം കൂടിയിട്ടുള്ളത്. അന്ന് മീറ്റപ്പിന് വരാൻ വേണ്ടിയിട്ട് ഷക്കീല ടിക്കറ്റൊക്കെ എടുത്തതാണ്. പക്ഷേ അന്ന് എയർ ഇന്ത്യയുടെ ആ ഒരു പ്രശ്നം വന്നില്ല, അതിൽ അവളും പെട്ടുപോയിട്ട് അവൾക്ക് നാട്ടിൽ വരാൻ പറ്റാതെ. പിന്നെ ഇപ്പോൾ ഒരു 2 ദിവസത്തെ ആ ഒരു ടിക്കറ്റ് എടുത്തിട്ടാണ് അവൾ വന്നിട്ടുള്ളത്. മീറ്റപ്പിൻ്റെ തലേന്നാണ് അവൾ എത്തിയത്, അതിൻ്റെ പിറ്റേന്ന് അവൾ പോവുകയും ചെയ്യും കേട്ടോ.
കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു. ഷവർമ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോളും പ്ലേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ലൈം ജ്യൂസ്, ഷേക്ക്, ജ്യൂസ്, അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ബർഗർ മതി പറഞ്ഞിട്ട് എനിക്ക് മാത്രം സ്പെഷ്യൽ ബർഗറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും ഇതേ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ച് നമ്മൾ സ്കൂളിലെത്തുമ്പോൾ. പിന്നെ ഇനിയിപ്പോൾ എല്ലാവരും വീട്ടിൽ പോകാനുള്ള പുറപ്പാടിലാണ്. ഫാത്തിമ അവിടെ നിന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്ന് ഇറക്കിയതിന് ശേഷം സഫിയ ബൈ ബൈ പറഞ്ഞ് പോയി. പിന്നെ ഞാൻ ഔഷാദിൻ്റെ ഒപ്പമുണ്ട് വീട്ടിൽ പോണത്. അവൻ്റെ വീടും എൻ്റെ വീടും ഏകദേശം അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ പോണ സമയത്ത് നമ്മുടെ ഷക്കീല കുറച്ച് ഉപ്പിലിട്ട സിപ്പപ്പ അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ട് ഒരു സിപ്പപ്പൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഔഷാദിൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവനോട് ഞാൻ പേരൊക്കെ അങ്ങനെ ചോദിക്കായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.